ആദ്യമായിട്ട് അയച്ചത് ഇവിടെയായിരുന്നു. ഇവിടെ എൻ്റെ DVD ഫോമാറ്റിലായിരുന്നു ഇവിടെ അയച്ചത്. ഇതിന് ശേഷമാണ് ഇവിടെ എൻട്രി ഇട്ടതിന് ശേഷമാണ് ഫിലിം ഫോമാറ്റിലേക്കൊക്കെ ചേഞ്ച് ചെയ്തത്. നോക്കാം, ഇവിടുത്തെ അനുഭവം ആദ്യത്തെ അനുഭവം തന്നെ വളരെ മോശമാണല്ലോ. ഇനി വേറൊരു ഫെസ്റ്റിവലിന് അയക്കാനുള്ള ധൈര്യമില്ല. ഇതാണ് നോക്കാം. അതിലടുത്ത സിനിമ ഈ അക്കാഡമിയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം മലയാളത്തിലൊരു സിനിമയെക്കുറിച്ച് അറിയിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ തമിഴിലോ മറ്റോ ആലോചിക്കേണ്ടി വരും. ഇത്ര ക്രൂരമായ രീതിയിൽ ഒരു വ്യക്തിയെ വേട്ടയാടുകയാണെങ്കിൽ എൻ്റെ അടുത്ത സിനിമക്ക് ഇതേ ഗതി തന്നെയാണ് ഉണ്ടാവുക. എന്തുകൊണ്ട് നമ്മൾ ഉത്തരം വേണ്ട ഞാനല്ല, അക്കാഡമിയുടെ തലപ്പത്തിരിക്കുന്നവർ നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന ക്രൂരമായ വേട്ടയാണിത്. എന്താ കാരണം എന്ന് ആർക്കും അറിയില്ല, എനിക്കറിയില്ല. ആരെങ്കിലും അറിയുന്നവരാരും കൊണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞത് നന്നായി. ഇതിനൊക്കെ ഉത്തരം വേണ്ട അക്കാഡമി മാത്രമാണ്. കാരണം പറയുന്നതിൽ വലിയ വലിയ വൈരുദ്ധ്യങ്ങൾ അക്കാഡമിയുടെ നേതൃത്വത്തിലിരിക്കുന്നവർ ആദ്യം തൊട്ടിന്നോളം പറഞ്ഞാൽ വലിയ വലിയ വൈരുദ്ധ്യങ്ങൾ. ചിത്രം തിരഞ്ഞെടുത്തതിൽ കാരണം ആദാമിൻ്റെ മകൻ അബുവിന് സാങ്കേതിക കാരണം പറഞ്ഞ ഇപ്പോൾ തന്നെ ആ സാങ്കേതിക കാരണം തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഗോവയിൽ മത്സര ചിത്രങ്ങളുടെ ലിസ്റ്റ് ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടോ മറ്റാണ് ഇവിടെ ലിസ്റ്റ് ഇടുന്നത്. അന്ന് തന്നെ അങ്ങനെ ഒരു സാങ്കേതികത്വം ഉണ്ടെങ്കിൽ അന്ന് തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് അന്ന് സ്വീകരിച്ചെന്നും അത് സ്വീകരിക്കാം, ചെയർമാന് അങ്ങനെ റൈറ്റ് ഉണ്ട്. പിന്നെ എന്തിനും ഇപ്പോൾ തള്ളി എന്നുള്ളതിന് ഉത്തരം പറയേണ്ട ചെയർമാൻ. എല്ലാത്തിനും ഉത്തരം പറയേണ്ടത് ചെയർമാനും അക്കാഡമി മാത്രമാണ്. ഞങ്ങളാരും ഇതിന് ഉത്തരം പറയേണ്ടല്ല. ഞങ്ങളൊന്നും ഉത്തരം പറയേണ്ട ഒരു കാര്യം ഇതിനകത്തില്ല.